ആകാശവാണി നമുക്ക് സമ്മാനിച്ച സംഗീത രംഗത്തെ രണ്ട് പ്രതിഭകളാണ് സമാഗമത്തിലെ അടുത്ത അതിഥികൾ. ഒരാൾ കർണാടക സംഗീതത്തിലെ അമൂല്യരത്നമാണെങ്കിൽ മറ്റൊരാൾ ഉപകരണ സംഗീതത്തിൽ, പ്രത്യേകിച്ചും സ്പാനിഷ് ഗിറ്റാറിൽ അതിവിദഗ്ധൻ. ഈ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ നെയ്യാറ്റിൻകര വാസുദേവൻ, ശ്രീ എസ്.എ. സ്വാമി. ആകാശവാണിയിലൂടെ ഈ പേര് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും കേട്ടിട്ടുള്ള പേരായിരിക്കും, പക്ഷേ നേരിട്ട് കാണുന്നത് പലരും ആദ്യമായിട്ടായിരിക്കും. ഈ കർണാടക സംഗീതം പഠിച്ചിട്ട് നേരിട്ട് പിന്നെ ആകാശവാണിയിലൊക്കെയാണോ ആദ്യം വരുന്നത്, അതോ മറ്റേതെങ്കിലും രംഗത്ത്? അല്ല, നേരെ ആകാശവാണിയിലേക്ക് വന്നത്. അത് ഏത് വർഷമായിരുന്നു? 1974. കർണാടക സംഗീത പാഠം അങ്ങനെയൊക്കെ ആയിട്ടല്ലേ? അതൊക്കെ അല്ലായിരുന്നു അന്നത്തെ പരിപാടികൾ? തമ്പുരാ ആർട്ടിസ്റ്റായിട്ടാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞ് കർണാടക സംഗീത പാഠം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം ഒരു 3 വർഷം തൃശ്ശൂർ നിലയത്തിലായിരുന്നു. അവിടെ നിന്ന് 25 വർഷം തിരുവനന്തപുരം നിലയത്തിൽ. അന്ന് ആകാശവാണിയിലൂടെ കേട്ട ആ ശബ്ദം, ആ കർണാടക സംഗീതം പാടുന്നത് ഞങ്ങൾ മറന്നിട്ടില്ല. എങ്കിലും അതൊന്ന് ഓർമ്മിക്കാൻ ഏതെങ്കിലും ഒരു കച്ചേരി നടത്തുന്ന പോലെ കുറച്ചൊന്ന് ഞങ്ങൾക്കൊന്ന് പാടി കേൾപ്പിക്കാവൂ. ഗോപാലക പാഹി മാം അനിശം രഥമയീ ഗോപാലക പാഹി മാം അനിശം പദരഥമയീ ഗോപാലക പാഹി മാം അനിശം തവ പദരഥമയീ ഗോപാലക പാഹി മാം അനിശം അനിശം പാപ വിമോചന പവിധരാദിനദ പദ പല്ലവ പാപ വിമോചന പവിധരാദിനദ പദ പല്ലവ താനാദരിജം ദരി ഉദരിത ദിത്തിലാനദിലനാദനദർ തിത്താക്കിടതക ജം ജം തിത്താക്കിടതക ജം ജം ദിത്താക്കിടതക ജം ജം ഗോപാലക പാഹി മാം അനിശം അനിശം അനിശം.